എല്ലാവർക്കും നമസ്കാരം. ഈ ആൻസി എഡ്യൂക്കേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ ആദ്യം ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു. അവിടെ ഒരു 13 നിങ്ങൾ പഠിച്ചതാണെന്ന് വിചാരിക്കുന്നു. 13 കൺസെപ്റ്റ്സ്. ഓക്കെ, അത് പ്രധാനപ്പെട്ടതാണ്. അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു. ഡബിൾ എൻട്രി സിസ്റ്റം, സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, ക്യാഷ് ബേസിസ് ആൻഡ് അക്രൂവൽ ബേസിസ് നമ്മൾ പഠിച്ചു. ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, IFRS ആൻഡ് AS, ഓക്കെ, എല്ലാം നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത് ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ പോർഷനാണ് നമുക്കുള്ളത്, GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, നമുക്ക് ഈ പാഠത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ് നമുക്ക് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അത് നമുക്കത് നോക്കാം. എന്താണ് ടാക്സ് എന്നുള്ളത്? ഒരു രാജ്യത്ത് അവരുടെ രാജ്യത്തുണ്ടാകുന്ന ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി, എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി റവന്യൂ ആവശ്യമാണ്, ആദായം അല്ലെങ്കിൽ വരുമാനം ആവശ്യമാണ്. അപ്പൊ പല രാജ്യങ്ങളും അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് അല്ലെങ്കിൽ പബ്ലിക് സംരംഭങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ പബ്ലിക് സെക്ടർ എന്റർപ്രൈസിലൂടെ അവരുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള അവരുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള വരുമാനം നേടാനായിട്ട് സാധിക്കും. അതല്ല, ചില രാജ്യങ്ങൾക്ക് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. ആ നാച്ചുറൽ റിസോഴ്സിനെ ഖനനം ചെയ്ത് പല ഗ്ലോബൽ മാർക്കറ്റിൽ അയച്ചുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ വിപണിയിൽ എത്തിയിട്ട് അവിടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള വരുമാനം അവർ കണ്ടെത്തുന്നു. പക്ഷെ ഇന്ത്യ എന്ന രാജ്യത്തിലെ ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് അല്ലെങ്കിൽ പബ്ലിക് എന്റർപ്രൈസസ്, യൂട്ടിലിറ്റി സർവീസിലെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ എണ്ണം കുറവായത്. അതല്ല എങ്കിൽ നാച്ചുറൽ റിസോഴ്സിന്റെ വരുമാനം കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ചെലവ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ടാക്സ് ഈടാക്കുന്നത്, നികുതി ഈടാക്കുന്നത്. രാജ്യത്തിന്റെ ചെലവിന്, രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഓക്കെ, രാജ്യത്തെ ജനങ്ങൾക്ക് നന്മ നൽകുന്ന രീതിയിലുള്ള ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് നിർബന്ധപൂർവ്വം ഈടാക്കുന്നതിന് പറഞ്ഞ പേരാണ് ടാക്സ് അല്ലെങ്കിൽ നികുതി എന്ന് നമ്മൾ പറയുന്നത്. പല പേരിലാണ് അവര് ഈടാക്കുന്നത്. അത് ഇൻകം ടാക്സ് ആകാം, സെയിൽസ് ടാക്സ് ആകാം, ഒക്ട്രോയ് ആകാം, HS ഡ്യൂട്ടി ആകാം, കസ്റ്റംസ് ഡ്യൂട്ടി ആകാം. പല പേരിലാണ് ഈ ടാക്സ് അവര് നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്, ജനങ്ങളിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും ഈടാക്കിയെടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഫോർ മീറ്റിംഗ് ദ എക്സ്പെൻസസ് ഓഫ് കൺട്രി, ബിസിനസ് രാജ്യത്തിന്റെ തന്നെ ചെലവ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് മുമ്പ് പ്രധാനമായിട്ട് നമുക്ക് 3 തരം സ്ഥാപനങ്ങളുണ്ട്, 3 തരം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഒന്നാമത്തേത് ട്രേഡിംഗ് കൺസേൺസ്, രണ്ടാമത്തേത് മാനുഫാക്ചറിംഗ് കൺസേൺസ്, ദെൻ സർവീസ് കൺസേൺസ്. ഓക്കെ, സർവീസ് കൺസേൺസ്, സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങൾ. ട്രേഡിംഗ് കൺസേൺസ് ആണ് കൂടുതലായും വിൽപ്പന നടത്തുന്നത്. ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്നോ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നോ സാധനം വാങ്ങിയിട്ട് കൺസ്യൂമേഴ്സിനെ ഏൽപ്പിക്കുന്നതാണ് ട്രേഡിംഗ് കൺസേൺസ്. ഓക്കെ, അവിടെ വിൽപ്പന നടത്തുമ്പോഴേക്കും കൂടുതലായിട്ട് നമുക്ക് വരുന്ന ടാക്സുകളാണ് സെയിൽസ് ടാക്സ്, അതല്ല സംസ്ഥാനം നേടുന്ന വാറ്റ്, ഓക്കെ, വാല്യൂ ആഡഡ് ടാക്സ്. ദെൻ മാനുഫാക്ചറിംഗിന്റെ അടുത്തുനിന്നും അവരെന്ത് ചെയ്യുന്നുണ്ട്? വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, ഇവയാണ് കൂടുതലായിട്ട് ഈടാക്കുന്നത്. വാറ്റ് അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി. ദെൻ അടുത്ത് പറഞ്ഞത് സർവീസ്, സേവനങ്ങൾ നൽകുന്നതിലൂടെ, നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ, ടൂറിസം ആകാം, എഡ്യൂക്കേഷൻ ആകാം, ആ രീതിയിലുള്ള സേവനങ്ങൾ നൽകുമ്പോൾ അവിടെ നിന്ന് ഈടാക്കുന്ന ടാക്സ് ആണ് സർവീസ് ടാക്സ് ഈടാക്കുന്നത്. ഇങ്ങനെ പല പേരിലാണ് ഈ ടാക്സുകൾ സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാരുകൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. ഇതിന് പകരമായിട്ട് ഈ ടാക്സുകൾ എന്ത് ചെയ്തു? ഏകീകരിച്ചു, ഒരുമിച്ച് കൊണ്ടുവന്നു. ചിലപ്പോൾ ഒരേ ഉൽപ്പന്നത്തിന് തന്നെ പല സംസ്ഥാനങ്ങളിൽ പല ടാക്സ് ആണ് ഈടാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥ മാറാതെ ഒരു രാജ്യത്തിന് ഒരു ടാക്സ്, വൺ നാഷൻ വൺ ടാക്സ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നതാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും യൂണിഫോം ആയിട്ടുള്ള ടാക്സ് ആണ് ഈ GST എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പല പേരിൽ എക്സൈസ് ഡ്യൂട്ടി ആയിക്കോട്ടെ, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ആയിക്കോട്ടെ, ദെൻ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് ആയിക്കോട്ടെ, സർവീസ് ടാക്സ് ആയിക്കോട്ടെ, സെയിൽസ് ടാക്സ് ആയിക്കോട്ടെ, അങ്ങനെ പല പേരിൽ പല രീതിയിൽ ഈടാക്കിക്കൊണ്ടിരുന്ന പല രീതിയിലുള്ള ചുങ്കപ്പിരിവുകൾ എന്താക്കി മാറ്റി ഒറ്റ ബേസിൽ കൊണ്ടുവന്നു. അതിനെ പറഞ്ഞ സാധനങ്ങൾക്കും സേവനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയെ പറഞ്ഞ പേരാണ് GST. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ എന്തിനായിട്ട് വന്നിരുന്നു? ഇതെല്ലാം കൂടെ ചേർന്നതാണ് GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് GST.
GST is a destination-based tax on consumption of goods and services. The concept of destination-based tax on consumption implies that the tax would accrue to the taxing authority which has jurisdiction over the place of consumption. ആ ഒരു പരിധി, ആ സ്ഥല പരിധിക്കകത്ത്, ഓക്കെ, അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ടാക്സ് ലെവി ചെയ്യുന്നതല്ല, ടാക്സ് കളക്ട് ചെയ്യുന്നതാണ് ആ ഇതിനെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് നമ്മൾ GST പറയുന്നത്. GST ഇംപ്ലിമെന്റഡ് ആയത് ഇൻ ഇന്ത്യ ഓൺ ജൂലൈ 1. എന്താണ്? ജൂലൈ 1 2017 ആണ് ഏത് സ്റ്റാർട്ട് ചെയ്തത്? GST നമ്മുടെ രാജ്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ GST എന്ന് വെച്ചാൽ പല പേരുകളിൽ പല രീതിയിൽ നമ്മൾ രാജ്യത്ത് പിരിച്ചിരുന്ന ടാക്സിനെ ഇപ്പൊ എന്താക്കി മാറ്റി? ഒരു യൂണിഫോംഡ് ടാക്സ് ആക്കി മാറ്റി. അതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. പ്രധാനമായിട്ടും ഇതിന് 3 കമ്പോണൻസ് ഉണ്ട്. GSTക്ക് 3 കമ്പോണൻസ് ഉണ്ട്. There are 3 main components of GST. They are CGST, Central Goods and Service Tax, SGST, State Goods and Service Tax, and IGST. Okay, ഇത് 3 എണ്ണവുമാണ് പ്രധാനമായിട്ടും GSTയുടെ എലമെന്റ്സ് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 3 എണ്ണം. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് SGST. എന്താണ് SGST? സെയിൽസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. മൂന്നാമത്തേത് IG സർവീസ്, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, നമുക്കിത് 3 എണ്ണമാണ് പ്രധാനമായിട്ടും കമ്പോണൻസ് ഓഫ് GST എന്ന് പറയുന്നത്. എന്താണ് CGST എന്ന് നമുക്ക് നോക്കാം ആദ്യം. CGST മീൻസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. Taxes collected under CGST will constitute the revenues of the central government. അപ്പൊ നമ്മൾ CGSTയുടെ പേരിൽ കളക്ട് ചെയ്യുന്നതാണ് ആർക്ക് പോകുന്നത്? വരുമാനം. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് CGST. ഓക്കെ, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാനമാണ് CGSTയിലൂടെ അവർക്ക് ലഭിക്കുന്നത്. ദ പ്രസന്റ് സെൻട്രൽ ടാക്സസ് ലൈക്ക് ഇപ്പൊ നമ്മൾ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, ദെൻ സെൻട്രൽ സെയിൽസ് ടാക്സ്, ഇവയെല്ലാം ഇപ്പോ ഏതിലടങ്ങിയിരിക്കുകയാണ്? അങ്ങനെ പല പേരില് എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ്, അങ്ങനെ പല പേരുകളാണ് ഈടാക്കിക്കൊണ്ടിരുന്നത്. അതെല്ലാം ഇപ്പോ സബ്സംഡ് അണ്ടർ CGST. അവയെല്ലാം ഇപ്പൊ ഒറ്റ ഇതിൽ വന്നു, ഒറ്റ ടാക്സ് രൂപത്തിലോട്ട് വന്നു. അതിന്റെ പറഞ്ഞവരാണ് CGST അല്ലെങ്കിൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, ടാക്സ് കളക്ടഡ് അണ്ടർ CGST കോൺസ്റ്റിറ്റ്യൂട്ട് ദ റവന്യൂസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. അത് ആർക്ക് പോവുകയാണ്? അത് സെൻട്രൽ ഗവൺമെന്റിന് പോവുകയാണ്. ദെൻ അടുത്ത് നമ്മൾ പോകുന്നത് SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ് SGST? SGST ഈസ് ദ റവന്യൂ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് SGST എന്ന് പറയുന്നത്. ഓക്കെ, SGST വരുന്നത് ഏതൊക്കെയാണ്? വാറ്റ് ഉണ്ടായിരുന്നു, എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ടായിരുന്നു, ലക്ഷറി ടാക്സ് ഉണ്ടായിരുന്നു, എൻട്രി ടാക്സ്. ഇവയെല്ലാം ഇപ്പോൾ ഏതിന്റെ അകത്ത് വരുന്നു? SGSTയുടെ അകത്ത് വരുന്നു. അങ്ങനെ വാറ്റ് എന്ന പേരിലും എന്റർടൈൻമെന്റ് ടാക്സ് എന്ന പേരിലും ലക്ഷറി ടാക്സ് എന്ന പേരിലും എൻട്രി ടാക്സ് എന്ന പേരിലും പല രീതിയിൽ പല ടാക്സ് നികുതികളാണ് പിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതെന്തായി മാറി? എല്ലാം കൂടെ ഒറ്റയ്ക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ ആയ SGSTയിലോട്ട് മാറി. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ ആയ SGST ഏതൊക്കെയാണ് SGSTയോട്ട് മാറ്റിയത്? വാറ്റ്, entertainment tax, luxury tax, entry tax, etc. are merged with എന്താണ് SGST. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇവിടുത്തെ ഒരു ഇത് നോക്കേണ്ടത് ആ ഈടാക്കുന്ന തുക SGST വഴി ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനം ഈടാക്കുന്ന തുക. ഓക്കെ, ആ തുകയുടെ പകുതി എവിടെ പോകുന്നു? CGSTയിലോട്ട് പോയിരിക്കണം. മക്കളും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലീഡർ കേരളത്തിലെ ഒരു ഡീലറാണ്, വ്യാപാരിയാണ്. അദ്ദേഹം സാധനങ്ങൾ അനിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വിറ്റു. ഓക്കെ, 10,000 രൂപയുടെ സാധനം വിറ്റപ്പോഴേക്കും അദ്ദേഹത്തിന് 1,800 രൂപ എന്ത് നേടി? ടാക്സ് നേടിയെന്ന് വെച്ചോളൂ. അപ്പൊ 1,800 രൂപ 18% ടാക്സ് നേടി. ആ 18% എന്താണ്? പകുതി ആർക്ക് കൊടുക്കേണ്ടതാണ്? സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണം, പകുതി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓർമ്മിക്കുക, SGSTയുടെ ഹാഫ് വാങ്ങുന്ന SGSTയുടെ പകുതി സെൻട്രൽ CGST ആയിട്ട് മാറണം, പകുതി എന്തായി മാറണം? SGST ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ SGST ഓക്കെ പിരിക്കുമ്പോഴേക്കും ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന ഡീലിങ്സ് ആണ്. കേരളത്തിലുള്ള ഒരു വ്യക്തി കേരളത്തിലെ വേറൊരു വ്യക്തിക്ക് സാധന സേവനങ്ങൾ നൽകുമ്പോൾ ഈടാക്കുന്ന നികുതിയാണ് SGST. ആ GST എന്ത് ചെയ്തിരിക്കണം?
രണ്ടായി വിഭജിക്കണം. പകുതി ആർക്ക് കിടക്കണം? സ്റ്റേറ്റ് ഗവൺമെന്റ്, പകുതി CGST ആയിട്ട് മാറിപ്പോകുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു 10,000 രൂപയാണ് ഇത് സാധനമാണ് വിറ്റത്, 18% GST റേറ്റ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് 1,800 രൂപയാണ് നമ്മുടെ GST. 1,800ന്റെ പകുതി 900 ആർക്ക് പോകുന്നു? CGST ആയിട്ടും പോകുന്നു, 900 SGST ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന ഡീലിങ്സിന് ഈടാക്കുന്ന തുകയാണ് SGST. ആ GST എങ്ങനെയാണ് വീതം വെക്കേണ്ടത്? പകുതി സെൻട്രൽ ഗവൺമെന്റിന് പോകണം, പകുതി സ്റ്റേറ്റ് ഗവൺമെന്റിന് പോകണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ CGST ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് IGST. എന്താണ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്? Integrated goods and services revenue collected under IGST is divided between central and state government as per the rates specified by the government. ഇപ്പൊ IGST വഴി നമ്മൾ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് വഴി നമുക്ക് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡിവൈഡഡ്. ആരൊക്കെ തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കണം? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഡിവൈഡ് ചെയ്തിരിക്കണം ആസ് പെർ ദ റേറ്റ് സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് നിശ്ചയിച്ച നികുതി റേറ്റിനനുസരിച്ച് അതിനെ വീതിച്ച് എടുത്തിരിക്കണം. IGST is charged on the transfer of goods and services from one state to another. IGST നമ്മൾ ഈടാക്കുന്നത് എപ്പോഴാണ്? ഒരു സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തിലേക്കാണെങ്കിൽ, ഒരു സംസ്ഥാനത്തിനകത്തുള്ള ഡീലിങ്സ് അല്ല, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡീലിങ്സ്. ഇപ്പൊ കേരളത്തിലുള്ള ഒരു ഡീലർ രാജസ്ഥാനിലെ ഒരാൾക്ക് സാധനം വിൽക്കുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ ഈടാക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് IGST. അങ്ങനെ വരുമ്പോഴേക്കും അതിന് ഈടാക്കുന്ന മുഴുവൻ ടാക്സും ആർക്ക് പോകുന്നു? ആദ്യം SGST പോകുന്നു. അതിനുശേഷം അതിന്റെ പകുതി അവർ ആർക്ക് തരുന്നു? നമ്മുടെ CGST പോകുന്നു. CGST നിന്ന് എവിടെ നിന്ന് കിട്ടും? നമുക്ക് SGST. നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. IGST എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻസ് ആരൊക്കെ തമ്മിലാണ്? ഒരു സംസ്ഥാനം വേറൊരു സംസ്ഥാനവും, അതല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും അത് പോകുന്നതും IGST ആണ്. ഓക്കെ, നമുക്ക് ഉദാഹരണം പറഞ്ഞേക്കാം. എന്താണ് IGST? ഫോർ എക്സാമ്പിൾ, ബീന എന്ന ഡീലർ 1,00,000 രൂപയുടെ സാധനം വിറ്റു. 1,00,000 രൂപയുടെ സാധനം വിറ്റു. ആർക്കാണ്? രാജസ്ഥാനിലുള്ള ബിനുവിന് സാധനം വിറ്റു. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വാക്ക് തെറ്റുന്നുണ്ട്, പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ കേരളത്തിലുള്ള ബീന 1,00,000 രൂപയുടെ സാധനം രാജസ്ഥാനിലുള്ള ബിനുവിന് വിറ്റു. അവിടുത്തെ ടാക്സ് IGST എന്ന് പറഞ്ഞാൽ 18% എങ്കിൽ അവിടുത്തെ IGST 18,000 രൂപ നമുക്ക് IGST ആയി കിട്ടുന്നു. ഇത് എവിടെ നേരിട്ട് പോകുന്നു? CGST നേരെ പോകുന്നത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിലോട്ട് പോവുകയാണ് ഈ 18,000 രൂപ. ദെൻ ഈ 18,000 രൂപയിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് കുറച്ച് കഴിയുമ്പോൾ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ പകുതി 18,000 രൂപയുടെ ഹാഫ്, ഓക്കെ, 50% ആർക്ക് കേൾക്കുന്നുണ്ട്? മറ്റ് ഏത് സംസ്ഥാനത്താണോ എടുത്തത് ആ സംസ്ഥാനത്തിന് നൽകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, 18,000ന്റെ 9,000 CGST മാറുന്നു, 9,000 നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് പോകുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. IGST എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ തമ്മിൽ, ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്നതല്ല, സംസ്ഥാനങ്ങൾ തമ്മിൽ സാധന സേവനങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നികുതിയാണ് IGST. ദെൻ നമ്മൾ സാധന സേവനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഏതിന്റെ അകത്ത് വരുന്നതാണ്? IGSTയുടെ അകത്താണ് അതിന്റെ ടാക്സ് വരുന്നത്. സോ അങ്ങനെ IGST ഇതാക്കുമ്പോഴേക്കും എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈടാക്കുന്ന IGST ആദ്യം സെൻട്രൽ ഗവൺമെന്റിൽ പോകുന്നു. സെൻട്രൽ ഗവൺമെന്റ് പിന്നീട് അതിന്റെ പകുതി ആരെ ഏൽപ്പിക്കുന്നു? അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പൊ പറഞ്ഞു ബീന വിറ്റു, രാജസ്ഥാനിലെ ബിനുവിന് വിറ്റപ്പോഴേക്കും 18,000 രൂപ ആദ്യം ടാക്സ് എവിടെ പോയി? സെൻട്രൽ ഗവൺമെന്റിന് പോകുന്നുണ്ട്. ലേറ്റർ പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഈ 18,000ന്റെ 50% 9,000 രൂപ ആര് വിൽ ബി അലോട്ടഡ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, പിന്നീട് അത് 9,000 ആ കേരളത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് കിട്ടുന്നതായിരിക്കും. മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ആദ്യം നമ്മൾ മൊത്തം അവിടെ ആകുന്നു, ആ ഒരു സെൻട്രൽ ഗവൺമെന്റ് പിന്നീട് നമുക്ക് റീഫണ്ട് ചെയ്യുന്നതാണ് IGST. SGST ആണല്ല. GST നമ്മള് ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന ഈ ഡീലിങ്സ് അങ്ങനെയല്ല, അവരപ്പൊ തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പകുതി സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുന്നു, പകുതി സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. പക്ഷെ IGST അപ്പോഴല്ല, മൊത്തം ആദ്യം സെൻട്രൽ ഗവൺമെന്റിന് പോകുന്നു, അവിടെ നിന്നാണ് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിലോട്ട് അലോട്ട് ചെയ്യപ്പെടുന്നത്. അതാദ്യം വ്യത്യാസം മനസ്സിലാക്കുക. ഇത് 3 പ്രധാനമായിട്ടും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ 3 കമ്പോണൻസ്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് SGST, രണ്ടാമത്തേത് CGST, മൂന്നാമത്തേത് IGST. സെൻട്രൽ ഗവൺമെന്റിന്റെ റവന്യൂ ആണ് CGST, അതായത് സംസ്ഥാന സർക്കാരുകളുടെ വരുമാന മാർഗമാണ് SGST. ദെൻ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നു, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GSTയുടെ പ്രധാനപ്പെട്ട
സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓക്കെ, ജി എസ് ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ജി എസ് ടി ഈസ് എ കോമൺ ലോ ആൻഡ് പ്രൊസീജിയർ ത്രൂ ഔട്ട് ദ കൺട്രി അണ്ടർ എ സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ. അതിലൊരു സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ ബോഡി ഉണ്ട്. ഓക്കെ, നമ്മുടെ ജി എസ് ടി കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ 2 സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ദെൻ ഓരോ സംസ്ഥാനത്തിലെ ഓരോ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ ബോഡി അല്ലെങ്കിൽ ആ കൗൺസിലാണ് കൃത്യമായിട്ട് ജി എസ് ടിയുടെ റേറ്റ് എല്ലാം നിശ്ചയിക്കുന്നത്. ഓക്കെ, ഒരു കോമൺ ലോ ഉണ്ട്, ഒരു കോമൺ പ്രൊസീജിയർ ഉണ്ട്. രാജ്യത്തിന്റെ മൊത്തം, അതായത് ഒരു സംസ്ഥാനം, ഓരോരുത്തർക്കും ഓരോ സംസ്ഥാനങ്ങളും അവർക്ക് തോന്നിയ രീതിയിലല്ല ടാക്സ് ഈടാക്കുന്നത്. വൺ നേഷൻ വൺ ടാക്സ്, അതാണ് ഒന്നാമത്തെ ജി എസ് ടിയുടെ പ്രത്യേകത. വൺ നേഷൻ വൺ ടാക്സ്, ഒരു രാജ്യത്തിന് ഒരു ടാക്സ് എന്ന രീതിയാണ് ജി എസ് ടി. എല്ലാവർക്കും ഒരു കോമൺ ലോ ആൻഡ് കോമൺ പ്രൊസീജിയർ. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ജി എസ് ടി നേരത്തെ പറഞ്ഞതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഒരു ബൗണ്ടറിക്ക് അകത്ത് വെച്ച് അത് നിശ്ചയിക്കുകയാണ്. ഇതിപ്പം കേരളത്തിനകത്താണെങ്കിൽ കേരളത്തിനകത്ത് അവിടെ ലെവി ഈടാക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആൻഡ് ലെവിഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് അറ്റ് ദ ടൈം ഓഫ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ദ എൻഡ് കൺസ്യൂമർ. എപ്പോഴാണ് അതിന് ഈടാക്കുന്നത്? ഒരൊറ്റ സമയത്ത്. പണ്ട് പല തട്ടുകളായിരുന്നു. വാല്യൂയുടെ ടാക്സ് ഒക്കെ ആദ്യം വാല്യൂ അഡീഷൻ അനുസരിച്ച് ടാക്സ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒറ്റ അടുത്ത് വെച്ച് ജി എസ് ടി ഫൈനൽ കൺസ്യൂമറിന്റെ അടുത്ത് വെച്ച് ടാക്സ് ഈടാക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ വീതിച്ച് നൽകുകയാണ് ചെയ്തത്. സോ ജി എസ് ടി ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആൻഡ് ലെവിഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് അറ്റ് ദ ടൈം ഓഫ് ഫൈനൽ കൺസംഷൻ. ഓക്കെ, ലെവിഡ് അറ്റ് എ ഫൈനൽ കൺസംഷൻ. മൂന്നാമത്തെ നമുക്ക് നോക്കാം. ജി എസ് ടി ഈസ് ചാർജ്ഡ് ഓൺ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ബെനിഫിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എന്താ പറയണത്? ജി എസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മാനുഫാക്ചറിംഗ് കൺസേണിന് ഒരു തരത്തിലുള്ള ടാക്സ്, ട്രേഡിംഗ് കൺസേണിന് വേറൊരു തരത്തിലുള്ള ടാക്സ്, ദെൻ സർവീസ് കൺസേണിന് സേവനങ്ങൾ നൽകുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള ടാക്സ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ജി എസ് ടി എന്താണ്? ഈസ് ചാർജ്ഡ് ഓൺ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. രണ്ടും, ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസിന് ഒരേ രീതി തന്നെ ഏത് ഈടാക്കുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസിന് ജി എസ് ടി ഈടാക്കുന്നുണ്ട്. അപ്പോ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, വൺ നേഷൻ വൺ ടാക്സ്, വൺ കോമൺ ലോ ഉണ്ടായിരിക്കും, കോമൺ പ്രൊസീജിയർ ഉണ്ടായിരിക്കും ത്രൂ ഔട്ട് ദി കൺട്രി. ദെൻ ലെവിഡ് അറ്റ് എ ഫൈനൽ കൺസംഷൻ. എന്താണ് ഇത് ഈടാക്കുന്നത്? അറ്റ് വൺ പോയിന്റ് ആണ്. എവിടെയായിരിക്കും? അറ്റ് ദ സിംഗിൾ പോയിന്റ് അറ്റ് ദ ടൈം ഓഫ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ദ എൻഡ് കൺസ്യൂമർ. ദെൻ ഞാൻ അടുത്ത് പറഞ്ഞത് ജി എസ് ടി ഈസ് ചാർജ്ഡ് ഓൺ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ അടുത്ത നാലാമത്തെ നമുക്ക് നോക്കാം. ഇതിന്റെ പ്രത്യേകത, there is no scope for levy of cess, റീസെയിൽ ടാക്സ്, അഡീഷണൽ ടാക്സ്, ടേൺ ഓവർ ടാക്സ്, അങ്ങനെ പല പേരിൽ പല ടാക്സ് അവിടെ പിരിവ് ഇല്ല. there is no scope for levy of cess. ഓക്കെ, സെസ് പിരിച്ചെടുക്കുക. ദെൻ റീസെയിൽ ടാക്സ് ഉണ്ട്, അഡീഷണൽ ടാക്സ് ഉണ്ട്, ടേൺ ഓവർ ടാക്സ്. ഇതിനുള്ള ഒരു ചാൻസും എവിടെ ഇല്ല? ജി എസ് ടിയിൽ ഇല്ല. there is no scope for levy of cess, then additional tax. ഓക്കെ, ഇങ്ങനെ പല പേരിലുള്ള പല ടാക്സ് പിരിവ് അവിടെ ഇല്ല. there is no, അടുത്ത അഞ്ചാമത്തെ അത് തന്നെയാണ്, there is no multiple levy of tax on goods and services. സാധന സേവനങ്ങൾക്ക് പല തട്ടുകളായിട്ടുള്ള ടാക്സ് ഈടാക്കുന്നത് ഒന്നുമില്ല. സെയിൽസ് ടാക്സ് എന്ന പേരിലോ എൻട്രി ടാക്സ് എന്ന പേരിലോ. ഒരേ ഉൽപ്പന്നത്തിന് നേരത്തെ എങ്ങനെയായിരുന്നു? ഒരേ സാധനത്തിന് പല പല ടാക്സ് ആണ് ഈടാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, സെയിൽസ് ടാക്സ് എന്ന പേര്, എൻട്രി ടാക്സ്, ഒക്ട്രോൾ, ദെൻ എന്റർടൈൻമെന്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, അങ്ങനെ ഇവിടെ പല തരത്തിലുള്ള ടാക്സ് പിരിവില്ല. എല്ലാം ഒന്നിലോട്ട് എത്തിയിരിക്കുകയാണ്, ഒരു യൂണിഫോം ടാക്സിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് അതിനെ പറഞ്ഞ പേര്? ജി എസ് ടി. ഓക്കെ, അപ്പോ ലെവി ഓഫ് സെസ് ഇല്ല, റീസെയിൽ ടാക്സ് ഇല്ല, അഡീഷണൽ ടാക്സ് ഇല്ല. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലെവി ഓഫ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ്, ഒരേ ഉൽപ്പന്നത്തിന് പല തരത്തിലുള്ള ടാക്സ് ഈടാക്കാറുണ്ട്. സെയിൽസ് ടാക്സ്, എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, ഇതൊന്നും തന്നെ ഇവിടെ ഇല്ല. ഒറ്റ ടാക്സേ ഉള്ളൂ, ജി എസ് ടി. ഇതാണ് പ്രധാനമായിട്ടും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജി എസ് ടി. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു കോമൺ ലോ ആണ്, ഒരു വൺ നാഷൻ വൺ ടാക്സ്. ഓക്കെ, രണ്ടാമത്തേത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അറ്റ് ദ സിംഗിൾ പോയിന്റ്, പണ്ടത്തെ പോലെ തട്ടുതട്ടുള്ള പിരിവൊന്നും തന്നെ ഇല്ല. സിംഗിൾ പോയിന്റ് അറ്റ് ദ ടൈം ഓഫ് ഫൈനൽ കൺസംഷൻ. ദെൻ മൂന്നാമത്തേത് ഇത് ഗുഡ്സിനും സർവീസിനും ഒക്കെ നമുക്ക് ജി എസ് ടി ഈടാക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ പല തരത്തിലുള്ള സെസ്, റീസെയിൽ ടാക്സ് ഒന്നും തന്നെ സ്കോപ്പില്ല. ദെൻ മൾട്ടിപ്പിൾ ലെവി ഓഫ് ടാക്സ് ഒന്നും തന്നെ ജി എസ് ടിയിൽ ഇല്ല. ഓക്കെ, ദീസ് ആർ ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജി എസ് ടി. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ജി എസ് ടി? ജി എസ് ടിയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
എന്തൊക്കെയാണ് അതിന്റെ നേട്ടങ്ങൾ. ഇങ്ങനെ ഒരു യൂണിഫോമിറ്റി വരുമ്പോൾ തന്നെ നമുക്ക് ഒരേ ഉൽപ്പന്നത്തിന് പല സംസ്ഥാനങ്ങളിൽ പല ടാക്സ് കൊടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാൻ പറ്റുന്ന അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഹാസ് റിസൾട്ടഡ് ഇൻ അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പല തരത്തിലുള്ള ടാക്സ് പിരിവ് അവിടെ നിർത്തലാക്കി. എല്ലാവർക്കും ഒരേ ഉൽപ്പന്നത്തിന് ഒരേ ടാക്സ്. ഓക്കെ, അബോളിഷൻ ഓഫ്, ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫസ്റ്റ് വൺ. രണ്ടാമത്തേത് GST വൈഡൻ ടാക്സ് ബേസ്ഡ് ആൻഡ് ഇൻക്രീസ്ഡ് റവന്യൂ ടു സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ആദായം കൂടി. ഓക്കെ, രണ്ടാമത്തേത് GSTയിലൂടെ അതിന്റെ കുറച്ചുകൂടെ അത് ടാക്സ് ബേസ് വലുതാക്കുകയും അതുവഴി ആ ടാക്സ് ബേസ് വലുതാക്കിയതോടുകൂടെ എന്ത് കൂടി, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും റവന്യൂ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇൻക്രീസ്ഡ് റവന്യൂ ഏതിലൂടെയാണ്? വൈഡൻസ് ദ ടാക്സ് ബേസ് ഓഫ് GST. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ടാക്സ്. രണ്ടാമത്തേത് ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്തത് അല്ലെങ്കിൽ വൈഡൻ ചെയ്തതോടുകൂടെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വരുമാനം കൂടി. ദെൻ മൂന്നാമത്തേത് നമുക്ക് നോക്കാം എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് GST. മൂന്നാമത്തേത് GST ഹാസ് റിമൂവ്ഡ് ദ കാസ്കേഡിംഗ് എഫക്ട് ഓൺ ടാക്സേഷൻ. എന്താണ് കാസ്കേഡിംഗ് എഫക്ട് ഓൺ ടാക്സേഷൻ? ടാക്സ് ഓൺ ടാക്സ്, ടാക്സിന് മേൽ ടാക്സ് ഈടാക്കുക, നികുതിക്ക് നികുതി ഈടാക്കുക. ഓക്കെ, ആ ഒരു കാര്യം, ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റി? റിമൂവ് ചെയ്യാൻ സാധിച്ചു. റിമൂവൽ ഓഫ് ടാക്സ് ഓൺ ടാക്സ്, നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിച്ചു GST വഴി. ടാക്സ് ഓൺ ടാക്സ് നമുക്ക് മാറ്റാൻ സാധിച്ചു. ദെൻ നാലാമത്തേത് ഈ ടാക്സ് GST വന്നതോടെ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ, ബിസിനസ് സ്ഥാപനത്തിന്റെ ഉൽപാദന ചെലവ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. ഓക്കെ, ദെൻ അഞ്ചാമത്തേത് ഇറ്റ് വിൽ പ്രൊമോട്ട് ദ എക്കണോമിക് എഫിഷ്യൻസി ഓഫ് നേഷൻ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യക്ഷമത, സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഏതിലൂടെയാണ്? GSTയിലൂടെ. ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ അല്ല, എക്കണോമിക്കൽ. ഓക്കെ, സെയിം ആണ്. എക്കണോമിക്കൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് GST. അഡ്വാൻറ്റേജ് ഒന്നാമത്തേത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് അബോളിഷൻ നിർത്തലാക്കാൻ സാധിച്ചു. ദെൻ രണ്ടാമത്തേത് ടാക്സ് ബേസ് വൈഡൻ ചെയ്തതിലൂടെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും റവന്യൂ കൂടി. ദെൻ മൂന്നാമത്തേത് നമുക്ക് എന്ത് റിമൂവ് ചെയ്യാൻ സാധിച്ചു, എന്ത് മാറ്റാൻ സാധിച്ചു? ടാക്സ് ഓൺ ടാക്സ് നമുക്ക് നിർത്തലാക്കാൻ സാധിച്ചു. ദെൻ നാലാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഓരോ ബിസിനസ് സ്ഥാപനത്തിന്റെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് കുറയ്ക്കാൻ സാധിച്ചു. ദെൻ അഞ്ചാമത്തേത് ഓരോ രാജ്യത്തിന്റെയും എക്കണോമിക് എഫിഷ്യൻസി, സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ആൻഡ് ഓൾസോ ലാസ്റ്റ് വൺ, GST വുഡ് ഹെൽപ് ടു എക്സ്റ്റെൻഡ് കോമ്പറ്റിറ്റീവ് എഡ്ജ് ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ ദ കൺട്രി, ലീഡിംഗ് ടു ഇൻക്രീസ് ദ എക്സ്പോർട്ട്. കൂടുതൽ കയറ്റുമതിയിലൂടെ, നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് നമ്മുടെ രാജ്യത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതാണ് 6 പ്രധാനമായിട്ട്. ഇതിലൂടെയാണ് GST വുഡ് ഹെൽപ് ടു എക്സ്റ്റെൻഡ് കോമ്പറ്റിറ്റീവ് എഡ്ജ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ കൂടുതൽ നമുക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, ഏതിലൂടെയാണ്? GSTയിലൂടെ നമുക്ക് സഹായമായി. ഇത്രയുമാണ് പ്രധാനമായിട്ടും അഡ്വാൻറ്റേജസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ടാക്സ് എന്ന് വിചാരിച്ചു? ടാക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, പല തട്ടുകളായിട്ട് പിരിച്ചുകൊണ്ടിരുന്ന ടാക്സ് ഇപ്പൊ എന്തായി മാറി? ഒറ്റ രൂപത്തിലോട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് ഞാൻ പറഞ്ഞു വാറ്റ് എന്ന രീതിയിൽ, സെയിൽസ് ടാക്സ് എന്ന രീതിയിൽ, എക്സൈസ് ഡ്യൂട്ടീസ് എന്ന പേരിൽ, സർവീസ് ടാക്സ് എന്ന രീതിയിൽ അത് പല തട്ടുകളായി പിരിച്ചുകൊണ്ട് പല ടൈപ്പ് ഓഫ് ടാക്സിനെയാണ് യൂണിഫോം ചെയ്ത് ഏകീകരിച്ച് എന്താക്കി മാറ്റിയത്? ഒറ്റ ടാക്സ് ആക്കി മാറ്റിയത്. എന്താണത്? GST. അതുകൊണ്ട് നമുക്ക് പറയാം GST എന്ന് പറഞ്ഞാൽ വൺ നേഷൻ വൺ ടാക്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് പഠിച്ചത് GST എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 3 തരം കമ്പോണൻസ് ഉണ്ട്.
CGST, SGST, IGST. Okay, CGST സെൻട്രൽ ഗവൺമെന്റിന്റെ റവന്യൂ, ദെൻ SGST സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ, ദെൻ IGST ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.